നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ സമ്പാദിച്ച പണം നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ പ്രോസസ്സിൻ്റെ പേരാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. എങ്ങനെയാണ് നമ്മൾ വിശ്രമിക്കുമ്പോഴും നമ്മുടെ പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം. വെൽത്ത് ക്രിയേഷൻ്റെ മാജിക് ട്രിക്കാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ പണം വളരുന്ന പ്രക്രിയയാണിത്. അതിനായിട്ട് നമ്മൾ പ്രത്യേക മീറ്റിങ്ങുകൾ വെക്കണ്ട, പ്രത്യേക അലാം വെക്കണ്ട, എന്തിന് ഒരു എഫേർട്ട് പോലും ചെയ്യണ്ട. പവർ ഓഫ് കോമ്പൗണ്ടിങ് ലഭിക്കാനായിട്ട് വലിയ തുകയുടെ പോലും ആവശ്യമില്ല. ഇതൊരു കോമ്പൗണ്ടിങ്ങിൻ്റെ നിശബ്ദമായ മാജിക്കാണ്. എന്താണ് കോമ്പൗണ്ടിങ്? നമ്മൾക്ക് ലഭിച്ച ലാഭത്തിൽ നിന്ന് വീണ്ടും ലാഭം ലഭിക്കുന്ന രീതിയാണ് കോമ്പൗണ്ടിങ്. ഒരു സ്നോബോള് മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ടു വരുമ്പോൾ എങ്ങനെയാണോ അതിൻ്റെ വലിപ്പം കൂടുന്നത്, അതുപോലെയാണ് നമ്മുടെ വെൽത്തും കോമ്പൗണ്ടിങ്ങിലൂടെ ഗ്രോ ചെയ്യുന്നത്. തുടക്കകാലത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ചെറുതായിരിക്കും, അതുകൊണ്ട് ഗ്രോത്തും മെല്ലെ ആയിരിക്കും. പക്ഷേ സമയം മുന്നോട്ട് പോകുന്തോറും രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. നേരത്തെ ലഭിച്ചിട്ടുള്ള ലാഭത്തിൽ നിന്ന് വീണ്ടും ലാഭം ലഭിക്കുന്നു. സമയം മുന്നോട്ട് പോകുന്തോറും പണം വളരുന്നതിൻ്റെ സ്പീഡും വർദ്ധിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു 10,000 രൂപയുടെ മന്ത്ലി SIP ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 12% ആനുവൽ ഗ്രോത്ത് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ മണി വളരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഗ്രാഫിൽ 2 ലൈൻസ് കാണുന്നുണ്ട്. ഒന്ന് ഡാർക്ക് ബ്ലൂവും 2 ലൈറ്റ് ബ്ലൂവും. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ശ്രദ്ധിക്കുക. തുടക്ക വർഷങ്ങളിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്. എന്നാൽ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഡിസ്റ്റൻസ് കൂടി വരുന്നത് ശ്രദ്ധിക്കുക. വീണ്ടും ടൈം മുന്നോട്ട് പോകുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഈ 2 ലൈനുകളും അകന്നു പോകുന്നത് ശ്രദ്ധിക്കുക. ഡാർക്ക് ബ്ലൂ ലൈൻ താഴെ കാണുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുകയാണ്. മുകളിൽ കാണുന്നത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെൽത്താണ്. 0 മുതൽ 5 വർഷം, 5 മുതൽ 10 വർഷം, 10 മുതൽ 15, 15 മുതൽ 20, 20 മുതൽ 25, ഇങ്ങനെ ഈ ചാർട്ടിനെ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 5 വർഷം ഒരു വാമപ്പിനുള്ള സമയമാണ്. അന്നേരം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെൽത്തും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. 5 മുതൽ 10 വർഷം ആകുമ്പോഴത്തേനും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കരുത്ത് ആർജിക്കാൻ തുടങ്ങുന്നു. അതായത് അതിൽ മൊമെൻറ്റം ഉണ്ടാകുന്നു, വളർച്ചയുടെ സ്പീഡ് കൂടാൻ തുടങ്ങുന്നു. ഇവിടെ ഈ 2 ലൈൻസും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. എന്നാൽ 10 മുതൽ 15 വർഷം ആകുമ്പോഴത്തേനും കോമ്പൗണ്ടിങ് നല്ല രീതിയിൽ വർക്കാവുന്നു. 15 മുതൽ 20 വർഷം ആകുമ്പോഴത്തേനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഗ്രാഫിൻ്റെ കർവ് വളരെയധികം കൂടുന്നു. അതായത് വളരെ സ്പീഡിൽ മുകളിലേക്ക് പോകുന്നു. എന്നാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സ്റ്റഡി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അവിടെ കർവുകളും മറ്റുമൊന്നുമില്ല. എന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്തിൻ്റെ ഗ്രാഫിൽ കർവ് ഫോം ചെയ്യുന്നു, മുകളിലേക്ക് സ്പീഡിൽ പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. 20 മുതൽ 25 വർഷം ആകുമ്പോഴത്തേനും ഇൻവെസ്റ്റ് ചെയ്തത് വളരെ ചെറിയ തുകയും വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് വളരെ വലിയ തുകയുമായിട്ട് മാറുന്നു. 25 വർഷമാകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 30 ലക്ഷം രൂപയാണ്. എന്നാൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് 1,70,00,000 രൂപയാണ്. ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് ഇനിയും കൂടുന്നു. അതുപോലെ ഈ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടുന്നു. നമ്മളിവിടെ SIP എന്ന ഒരു ഓർഡർ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. എല്ലാം ഓട്ടോമാറ്റിക്കലി നടന്നോളും. ഈവൻ വെൻ യു സ്ലീപ്പ് യുവർ മണി കീപ്സ് വർക്കിംഗ്. ഇതിനായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമുക്ക് വേണ്ടി സമയം പണിയെടുത്തോളും. ആകെ നമ്മൾ ചെയ്യാവുന്നത് നേരത്തെ തുടങ്ങുക, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, ബാക്കിയുള്ള ജോലി കോമ്പൗണ്ടിങ് ചെയ്തോളും. സ്ഥിരമായി നിങ്ങൾ മാർക്കറ്റ് നോക്കിയില്ലെങ്കിലും നിങ്ങളുടെ ഏർണിങ്സ് ഗ്രോ ചെയ്യുന്നുണ്ടാവും, കോമ്പൗണ്ട് ചെയ്യുന്നുണ്ടാവും. അതിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് സമയം മാത്രമാണ്. സമയം നമ്മുടെ ഏർണിങ്സിനെ കോമ്പൗണ്ടിങ്ങിലൂടെ വളർത്തുന്നത് ജസ്റ്റ് കയ്യും കെട്ടി കണ്ടിരുന്നാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.